ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൻ്റെ തോത് അടിക്കടി ഓരോ ദിവസം ചേരുന്തോറും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനാരൊക്കെയാണ് ഉത്തരവാദികൾ? സ്വർണ്ണത്തട്ടിപ്പ് നടത്തിയവരെ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതോടൊപ്പം ശബരിമലയിലെ എവിടൊക്കെയാണ് സ്വർണം പൂശിയത്, എവിടൊക്കെയാണ് സ്വർണ്ണപ്പാളി വെച്ച് പൊതിഞ്ഞിട്ടുള്ളത്, ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യത ഇതുവരെയില്ല. ഇപ്പോൾ ഒരു അന്വേഷണ ടീമിനെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. ADGP വെങ്കിടേഷ് IPS അതുപോലെ ശശിധരൻ സൂപ്രണ്ട് ഓഫ് പോലീസ് IPS അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പിനെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നത്. പ്രാരംഭമായ ഒരു റിപ്പോർട്ട് ഒരു മാസത്തിനകം ഹൈക്കോടതിയിൽ കൊടുത്തേ പറ്റുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, അത് വളരെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് സ്പെഷ്യൽ ഓഫീസർ വിജിലൻസ് ശബരിമലയിലുണ്ട്. സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ മൊഴി വാങ്ങിച്ച് വേണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം ശബരിമലയിൽ ആരെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ശബരിമലയിൽ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ശബരിമലയിലെ ജോലി ചെയ്യുന്ന ഒരാളുടെയും മൊഴി വാങ്ങിച്ച് കേസ് രജിസ്റ്റർ ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അവിടുത്തെ വിജിലൻസ് ഓഫീസറുണ്ട്, സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിലുള്ള ആളാണ്. അദ്ദേഹം പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ശബരിമലയിൽ നടന്ന വെട്ടിപ്പിനെ പറ്റി ഒരു ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി വാങ്ങിച്ച് വേണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ശബരിമലയിൽ തന്നെയായിരിക്കണം. ശബരിമലയിലെ അവിടുത്തെ SHO ശബരിമല ദേവൻ്റെ ആ ഭാഗം വരുന്ന ഏത് SHOയുടെ ജൂറിസ്ഡിക്ഷനിലാണോ അവിടെ തന്നെ കേസ് എടുക്കണം. പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, അതിൻ്റെ കീഴിലായിരിക്കണം. അതുകൊണ്ട് അവിടെ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ആ കേസ് ഈ സ്പെഷ്യൽ ടീമിലേക്ക്, ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്തെങ്കിലും അത് ക്രൈംബ്രാഞ്ചിലെ ഏതെങ്കിലും വിഭാഗത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്പെഷ്യൽ ടീമിനെ ഹൈക്കോടതി നിശ്ചയിച്ചതാണ്, അത് ലീഗലൈസ് ചെയ്യണം. ആ ടീം ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്, സ്പെഷ്യൽ ടീം ക്രൈംബ്രാഞ്ചിൻ്റെ ആണോ ലോക്കൽ പോലീസിൻ്റെ ആണോ എന്നറിയില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ടീം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക, ആ കേസ് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിക്കുക, അന്വേഷണം തുടങ്ങുക. ഇതിനകത്ത് ശബരിമലയിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് നമ്മൾ പറയില്ല, നിരപരാധികളും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ ഒഴിവാക്കാൻ പറ്റില്ല. അവിടുത്തെ ജീവനക്കാരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. കാരണം അവിടെ ഒരു മന്ത്രിയുണ്ട്, ഒരു ദേവസ്വം മന്ത്രി ഉണ്ട്. അതുപോലെ തന്നെ ഈ സംഭവ സമയത്ത് ഈ ആരോപണം വരുന്ന സമയങ്ങളിലെല്ലാം ശബരിമലയിലെ ഈ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആര്, അവർക്കും തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്തമുണ്ട്. ദേവസ്വം മന്ത്രിക്കുണ്ട്. ഉന്നതരായ അവരെ കൂടെ അന്വേഷണ പരിധി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ അന്വേഷണം എങ്ങും എത്തില്ല. കാരണം അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി 2019 കാലഘട്ടത്തിൽ. 2019 കാലഘട്ടത്തിലാണ് കൂടുതലും കവർച്ച നടന്നത് എന്നാണ് കരുതുന്നത്. അന്ന് ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവാണ് അദ്ദേഹം. അതുപോലെ അതിനുശേഷം A. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. ഇവരുടെ രണ്ടുപേരുടെയും കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ്. അവർക്ക് ഉത്തരവാദിത്തം ഒഴിവാനൊക്കെ ഒക്കില്ല. അങ്ങനെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടെങ്കിൽ ശബരിമലയിലെ, പ്രത്യേകിച്ച് അവിടുത്തെ ശബരിമല ധർമ്മശാസ്താവിനെ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്യു പൊതിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് തട്ടിപ്പ് നടന്നത്. അതുകൊണ്ട് ദേവസ്വം മന്ത്രിക്ക് ഒഴിയാനൊക്കില്ല. അവിടുത്തെ PWയുടെ കീഴിലുള്ള ഏതെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ളവർ അറിയണമെന്നില്ല. പക്ഷേ ഏറ്റവും അത്യുന്നതമായ ഒരു കാര്യമാണിത്. അവിടുത്തെ പ്രതിഷ്ഠയിലെ അടുത്ത്, അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ ഇരിക്കുന്ന
അവൻ്റെ ചുവരുകളിൽ നിന്നും അതിൻ്റെ സ്റ്റെപ്പുകളിൽ നിന്നും അതിൻ്റെ ദാരുശില്പങ്ങളിൽ നിന്നും അവിടെ പൊതിഞ്ഞ സ്വർണ്ണമാണ് അടിച്ചുകൊണ്ട് വരിക്കുന്നത്. കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതിൽ നിന്ന് ആ മന്ത്രിയെ ഒഴിവാക്കാൻ കഴിയില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഒഴിവാക്കാൻ കഴിയില്ല. ശബരിമലയിലെ ഏതൊക്കെ വിഭാഗത്തിൽ എത്രയൊക്കെ ആൾക്കാരുണ്ടെന്ന് കണക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ധാരാളം ആൾക്കാരെ അവിടെ കാണാം പല വിഭാഗത്തിലും. ദേവസ്വം ബോർഡിൽ ഏതായാലും അവിടെ പ്രസിഡന്റ് ഉണ്ട്. ആ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുള്ള സമയത്ത് അദ്ദേഹത്തിന് കീഴിൽ 2 പേര് ദേവസ്വം ബോർഡ് മെമ്പേഴ്സുണ്ട്. പിന്നെ അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, കമ്മീഷണറുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണർമാർ 1-2 പേരുണ്ട്, HCA ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, ഇൻസ്പെക്ഷൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, പിന്നെ 2 അഡ്വക്കേറ്റുമാരുണ്ട്, 2 പേര് അഡ്വക്കേറ്റ്സ് ഉണ്ട് അവിടെ. അഡ്മിനിസ്ട്രേഷൻ വിഭാഗം വളരെ വിപുലമാണ്. അവിടെ ദേവസ്വം കമ്മീഷണറുണ്ട്, തിരുവാഭരണം കമ്മീഷണറുണ്ട്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലെ ഓഫീസർമാരുണ്ട്. അതുപോലെ ദേവസ്വത്തിലെ അക്കൗണ്ടൻ്റ് ഉണ്ട്, കൾച്ചറൽ ആൻഡ് ആർക്കിയോളജിക്കൽ വിഭാഗമുണ്ട്, വിജിലൻസ് സെക്യൂരിറ്റി വിഭാഗങ്ങളുണ്ട്, ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ലോ ഓഫീസർമാരുണ്ട്. കൂടാതെ അവിടുത്തെ വർക്കുകൾ മുഴുവൻ നടക്കുന്ന സ്വർണത്തിൻ്റെ അല്ലാത്ത വർക്കുകൾ മുഴുവൻ നടക്കുന്ന PWD വിഭാഗമുണ്ട്. അപ്പോൾ എത്രമാത്രം ആൾക്കാരാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത്രയോ ആൾക്കാർക്ക് അവരെ പലരും ഇതിനകത്ത് കണ്ണികളായി, അല്ലെങ്കിൽ പലരും ഇതിനകത്ത് കമ്മീഷൻ വാങ്ങിക്കിയിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് ഉടക്ക് വരുമ്പം പൈസ കൊടുത്തിട്ടാണ് അവരെ ഒന്ന് ശാന്തരാക്കുന്നത്. അതുതന്നെ ശബരിമലയിലെ മേൽശാന്തിയുണ്ട്, കീഴ്ശാന്തിയുണ്ട്. താഴമൺ മഠത്തിൽ ട്രഡീഷണലായിട്ട് ആ മഠത്തിൽ നിന്നാണ് പ്രീസ്റ്റുകൾ അവിടെ വരുന്നത്. അതുകൂടാതെ ശബരിമലയിലെ മേൽശാന്തിയും കീഴ്ശാന്തിയും കൂടാതെ അവിടെ മാളികപ്പുറത്ത് ഒരു ശാന്തിക്കാരനുണ്ട്. വാവരമ്പലത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, ഇവർ പലർക്കും അവിടെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. എല്ലാ കാര്യത്തിലും മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിക്കാറുണ്ട്. ഇതിനൊക്കെ അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു കീഴ്ശാന്തിക്കാരനായിരുന്നു ഇപ്പോൾ വിവാദപുരുഷനായ പോറ്റി. അതിനുശേഷം തുടർച്ചയായിട്ട് അവിടെ തന്നെ പറ്റിപ്പിടിച്ച് ഇരുന്നു. തട്ടിപ്പ് എവിടെയൊക്കെ നടത്താം, എങ്ങനെയൊക്കെ നടത്താമെന്ന് കണ്ടുപിടിച്ച മനുഷ്യനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിന് തീർച്ചയായിട്ടും അയാൾക്ക് ദേവസ്വം മന്ത്രി മുതൽ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ എല്ലാവർക്കും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കളിച്ചതെന്ന് നമുക്കറിയാം. അയാളെ കൊണ്ടു നടന്ന ആരൊക്കെയാണ്, അതിൽ നിന്ന് പണം കൈപ്പറ്റിയത് ആരൊക്കെയാണ്, എത്ര കോടി രൂപ അവിടുന്ന് തട്ടിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് 1998-99 കാലഘട്ടത്തിലാണ് അവിടെ ആദ്യമായിട്ട് സ്വർണം പൂശി നടന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ ശബരിമല വിഗ്രഹത്തിലും അതുപോലെ തന്നെ കൊടിമരത്തിലും സ്വർണം പൂശിയിട്ടുണ്ട്. ഈ 1998 വിജയ് മല്യ അന്ന് 44 കിലോ സ്വർണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്, 44.8. പിന്നെ അങ്ങനെയൊക്കെ ഒരു കണക്ക് വരുന്നുണ്ട്. അത് 30.7-8 ഉള്ളൂ, അത്രയും കിലോയേ ഉള്ളൂ എന്ന് പിന്നീടും കണക്ക് വരുന്നു. ഒന്നിനും ഒരു നിശ്ചയമില്ല. അതുകൊണ്ട് ഓരോരുത്തരും സംഭാവന ചെയ്ത സ്വർണത്തിൻ്റെ കണക്ക് അവരോട് പോയി ചോദിക്കണം. ആ സ്വർണം ഇവിടെ ആരെയാണ് ഏൽപ്പിച്ചത്, ആരുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. 2019 മുതലുള്ള തട്ടിപ്പുകളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും, അത് സ്വർണം പൂശിയതാണോ, അത് സ്വർണം പാളി വെച്ചതാണോ, ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട്. അതുപോലെ തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂമുണ്ട്. അവിടുത്തെ സ്വത്തുക്കൾ എത്രയുണ്ടെന്ന് തീർച്ചയായിട്ടും പ്രാരംഭമായ ഒരു അന്വേഷണത്തിൽ കണക്കെടുക്കണം. അത് തന്നെയല്ല, 1998 മുതൽ ശബരിമലയിൽ വന്ന വളരെ ഒരു ലോങ് പ്രോസസ്സാണ്. അവിടെ വന്നു ചേർന്ന കാണിക്കയായിട്ടിട്ട പണത്തിൻ്റെ കണക്കുകൾ, അതെങ്ങനെയൊക്കെ ചിലവായി. ഇപ്പം ശബരിമലയിലെ അതിന് ധാരാളം ആൾക്കാർ വന്നു ചേരുന്ന സ്ഥലങ്ങളാണ്. ഓരോ വർഷം തോറും ലക്ഷക്കണക്കിന് ആൾക്കാർ ഡിവോട്ടീസ് കൂടിക്കൂടി വരുന്നതാണ്.
കാണിക്കയിലും അതുപോലെ വരുമാനം വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ശബരിമലയിലെ അന്ന് മുതൽ 1998 മുതൽ, കാരണം 27 വർഷം മുമ്പ് അന്ന് മുതലുള്ള കണക്കെടുക്കണം. അന്ന് മുതൽ ആരൊക്കെ സ്വർണമായിട്ട് ശബരിമലയെ സംഭാവന ചെയ്തു അതിൻ്റെ കണക്കുണ്ടോ, അതിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? എത്ര കിലോ സ്വർണം ശബരിമലയിൽ ഇതുവരെ ബാങ്കിലോട്ട് പോയിട്ടുണ്ട്? 367 കിലോ സ്വർണം ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഒരു വാർത്ത കണ്ടു. കാലാകാലങ്ങളായിട്ട് 27 വർഷത്തിനകം അവിടെ പലരും സ്വർണങ്ങൾ നേർച്ചയായിട്ട് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വർണം പൂശാൻ കൊടുത്തത് വേറെ. അങ്ങനെ ഇത് വ്യത്യസ്തമായ കണക്കുകളാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ശബരിമലയെ ഇങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാരെ മാത്രം അവിടെ ജീവനക്കാരായി അയക്കുന്നൊരു സംവിധാനത്തിലേക്ക് ആ തട്ടിപ്പ് മേഖല നീങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ 98 കാലഘട്ടം, അദ്ദേഹം മുതൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന 2019 കാലഘട്ടത്തിൽ എൻ വാസു, പത്മകുമാർ, 98 മുതലുള്ള ആരൊക്കെയാണ് അവിടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റുമാരായിട്ട് വന്നത്, അവരുടെ കാലത്തിലേക്കും, അത് കോൺഗ്രസ് ഭരണമായാലും ശരി കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും ശരി, ഇവർക്കൊക്കെ ശബരിമലയിലെ ഈ പ്രസിഡന്റുമാരെയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ ആൾക്കാരെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ശബരിമലയിലൊരു IAS ഓഫീസറെ കൃത്യമായിട്ട് അവിടുത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പോലീസ് ഓഫീസർ അഡീഷണൽ DG റാങ്കിലുള്ള ഒരാളെ തീർച്ചയായിട്ടും അവിടെ സെക്യൂരിറ്റി വിജിലൻസിന് പോസ്റ്റ് ചെയ്യേണ്ടി വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടല്ലോ, എത്രായിരം കോടി രൂപയുടെ സ്വത്തുക്കളുള്ള സ്ഥലമാണ്. അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം ഒരു SP കീഴിലാക്കി കഴിഞ്ഞു. അപ്പോൾ ശബരിമലയെ ഒരു സ്പെഷ്യൽ വിജിലൻസ് SP അല്ല വേണ്ടത്. കാരണം വരുമാനത്തിൻ്റെയും സെക്യൂരിറ്റിയുടെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ADGP റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറും ഒരു സീനിയർ IAS ഓഫീസറും അവിടെ പെർമനൻ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. ഇവരെ അറിയാതെ അവിടെ ഒന്നും ചലിക്കാൻ പാടില്ല. അവിടെ വന്നു ചേരുന്ന സ്വത്തുക്കൾ, അവിടെ ചിലവാക്കുന്ന സ്വത്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. PWD അവിടുത്തെ കൺസ്ട്രക്ഷനിൽ മേൽനോട്ടം വയ്ക്കുന്നിടത്ത് ധാരാളം പണങ്ങൾ അവിടെ അടിച്ചു മാറ്റുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനെപ്പറ്റി വിജിലൻസ് എൻക്വയറിയൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ വന്നു ചേരുന്ന പണങ്ങൾ തീർച്ചയായിട്ടും അത് കൃത്യമായിരിക്കണം, അതിന് കണക്ക് വേണം. അത് ചിലവാക്കുന്നത് ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ. ഇഷ്ടംപോലെ പണം ഉള്ളത് കൊണ്ട് അനാവശ്യമായിട്ട് ധാരാളം ചിലവുകളോടെ നടത്തുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒഴുകാൻ സമ്മതിക്കരുത്. മറ്റൊരു കാര്യം, 1250ഓളം ക്ഷേത്രങ്ങൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ അമ്പലവാസികളായിട്ടുണ്ട്. അവിടെ ശംഖൂതുന്നവരുണ്ട്, അവിടെ വൃത്തിയാക്കുന്നവരുണ്ട്, ചന്ദനം ഉണ്ടാക്കുന്നവർ, കഴകക്കാരുണ്ട്. അങ്ങനെ ധാരാളം അമ്പലത്തിൻ്റെ ഓരോ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ അവിടെ ജോലിക്കുണ്ട്. അവർക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളം കൊടുത്ത് അവരെ ജീവനക്കാരായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതൊക്കെ മാറണം. അതുങ്ങൾക്കൊക്കെ സാമൂഹ്യ ബോധം ഉണ്ടാകണം, മറ്റുള്ളവരെ ഒപ്പം നിൽക്കണം. അതുകൊണ്ട് അമ്പലവാസികൾ പൊതുവേ അവർക്ക് പണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അവർക്കൊരു ജോലി ചെയ്ത് ജീവിക്കാവുന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളവർ ധാരാളം പേര് ഈ 1250 അമ്പലങ്ങളിലായിട്ടുണ്ട്. ശബരിമലയിൽ മാത്രമാണ് ഇത്രയും വലിയ വരുമാനം നമുക്കുണ്ടാകുന്നത്. അതുപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, അത് മലബാർ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്. ഇവിടെയൊക്കെ ഇതേ രീതിയിലുള്ള ഒരു അന്വേഷണം, ഇതേ രീതിയിലുള്ള ഒരു കണക്കെടുപ്പ്, ഇതേ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. അപ്പോൾ അവിടെയൊക്കെ ഭാരവാഹികൾ ഇതുപോലെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു പോലീസിൻ്റെ സാന്നിധ്യവും ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷനും ഒക്കെ ഇതിനകത്ത് വേണം. കാരണം നമ്മുടെ പൈതൃകം 1250 അമ്പലങ്ങളുടെ പൈതൃകമാണ് നശിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. ഇനിയും അതുപോലെ കാത്തു സൂക്ഷിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാകണം. പല അമ്പലങ്ങളിലെയും ചില ഭാഗങ്ങളൊക്കെ അടർന്നു മാറി അവിടെ ഡാമേജായി കിടക്കുന്നത് നമുക്ക് കാണാം. പണമില്ല. ദേവസ്വം ബോർഡിന് ഇത്രയും വരുമാനം ഉണ്ടായിട്ടും ഏകദേശം 367 കിലോ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടും അതൊക്കെ ആവശ്യത്തിന് വിറ്റ് ദേവസ്വത്തിലെ അമ്പലങ്ങളെ നമ്മളെ പുനരുദ്ധാരണത്തിനും അവിടുത്തെ ജീവനക്കാരുടെ ക്ഷേമത്തിനും
അതിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടിയൊക്കെ വിനിയോഗിക്കുന്നു. ഇത് നമുക്ക് പൈതൃകമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ശബരിമലയിലെ പണം അവിടെ വെക്കുന്നതിൽ അർത്ഥമില്ല. അത് ആവശ്യത്തിന് മറ്റുള്ള അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിനും അവിടുത്തെ ജീവനക്കാരുടെ വേതനം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ മെയിൻ്റനൻസിനും പണം ചിലവാക്കണം. അതുകൊണ്ട് ഈ സ്വർണം ചിലവാക്കുന്നത് ആ രീതിയിലായിരിക്കണം. ഇവിടെ ഓരോരുത്തർ തട്ടിച്ച് അവരുടെ കീശ കുറിപ്പിക്കാനും അങ്ങനെ ചില വ്യക്തികളെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നവർ അവർക്ക് സ്വയം നന്നാകാനും പണം സമ്പാദിക്കാനും മാർഗമായിട്ട് അധപ്പതിക്കാതെ ഇനിയെങ്കിലും നമ്മൾ ഇത് കൃത്യമായ രീതിയിലിട്ട് മുന്നോട്ട് പോകണം. കാരണം ഹൈക്കോടതിയുടെ എല്ലാ കാര്യത്തിലും ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടാകില്ല. ഹൈക്കോടതി എങ്കിലും ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട്, 2 ജഡ്ജിമാർ ഉണ്ട്. അതുകൊണ്ട് ആ ജഡ്ജിമാരുടെ ആവശ്യമായ സന്ദർഭത്തിൽ അവരുടെ അഡ്വൈസ് നമുക്ക് ലഭിക്കും. അത് തന്നെയല്ല, ഒരു ശബരിമല പോലെയുള്ള പുണ്യക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സംവിധാനം ആയിട്ട് ഇപ്പോൾ ഉള്ള സംവിധാനം മാറ്റിയെടുക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്.